എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 4-ാം തീയതി രാത്രി പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ്, ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുമെന്ന് നിർബന്ധമായിട്ടും ഉറപ്പുണ്ടോ? അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുമോ? അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ചെക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ആ ചെക്ക് ചെയ്യാത്തത് ഇനി ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഉണ്ടോ? അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതായത് ചെക്ക് ചെയ്യുന്നതിനായിട്ട് ഇവിടെയുള്ള കാൻഡിഡേറ്റ് ലോഗിൻ എവിടെ പോയി എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടണം എന്നുള്ളതിന് പ്രത്യേകിച്ച് ഒരു നിർബന്ധവുമില്ല. കാരണം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല വിദ്യാർത്ഥികളും ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഒരു സ്കൂളിൽ WGPA അതായത് ഒരു കോഴ്സിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ WGPA അനുസരിച്ച് കൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് അതായത് നൽകാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കുക. അതായത് ഒരു സ്കൂളിൽ തന്നെ ഒരു കോഴ്സിലേക്ക് തന്നെ നിരവധി വിദ്യാർത്ഥികളായിരിക്കും അപേക്ഷ നൽകിയിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെയൊക്കെ WGPA അതായത് പുതുതായിട്ട് അപേക്ഷ നൽകിയപ്പോൾ അതിൽ നിങ്ങളെക്കാൾ കൂടുതൽ റാങ്കുള്ള വിദ്യാർത്ഥികളുണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മുൻപ് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള അതേ സ്കൂളിൽ തന്നെ അതേ കോഴ്സിൽ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടണം എന്നുള്ളതിന് നിർബന്ധവുമില്ല. അതുപോലെ തന്നെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയത് കൊണ്ട് ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കണം എന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുകയുമില്ല. അതുപോലെ തന്നെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയത് കൊണ്ട് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുകയും ചെയ്യാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സംശയമാണ് ഇവിടെയുള്ള കാൻഡിഡേറ്റ് ലോഗിൻ എവിടെ പോയി എന്നുള്ളത്. കാൻഡിഡേറ്റ് ലോഗിൻ എവിടെ പോയി എന്ന് ചോദിച്ചാൽ, വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിന് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാനായിട്ട് 31-ാം തീയതി വൈകിട്ട് 5 മണി വരെ, അതായത് മെയ് 31-ാം തീയതി വൈകിട്ട് 5 മണി വരെ അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു ടൈം അവസാനിച്ച ശേഷമാണ് ഈ ഒരു പേജിൽ നിന്നും ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ റിമൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ജൂൺ 4-ാം തീയതിയോടെ മാത്രമേ ഈ ഒരു പേജിൽ ലഭിക്കുകയുള്ളൂ. അതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി അപേക്ഷ കൺഫേം ചെയ്തിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. കൺഫേം ചെയ്തിട്ടുള്ള അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുക. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ കറക്റ്റായിട്ട് നോക്കിയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.